വെൽക്കം മഹാറാണി. എന്ത് തമ്പുരാൻ ഒരുമാതിരി ഇരിക്കുന്നു? അതോടെ നിൽക്കുന്നു. ജാനിയെ വിളിച്ച് ഉറങ്ങുമായിരുന്നു. ഒരു മൗനം എന്തുവാ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ. എന്താ പറ്റി? മുടിയൊക്കെ ഞാൻ കെട്ടിവെച്ചു. ഞാൻ പറഞ്ഞു മുടിയൊക്കെ കെട്ടിവെച്ചങ്ങ് സുന്ദരിയായിരുന്നു. എന്തോ മാമിക്ക് സർപ്രൈസ് വെച്ചേക്കുന്നു. മാമി അവിടെ ഇവിടെ വരെ ആലോചിക്കുവായിരുന്നു. സർപ്രൈസ് കാണാൻ മാത്രമായിരിക്കും, കാണാനും കൊള്ളത്തില്ല. നല്ല മണം മുല്ലപ്പൂവിന്റെ. കുഞ്ഞോ 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 കൊള്ളാവോ? മാമിയുടെ വള കൊള്ളാവോ? മാമിയുടെ കമ്മല് കൊള്ളാവോ? കുഞ്ഞു അങ്ങ് തമ്പിച്ചിരിക്കും. എന്തുവായിരുന്നു ഈ വേഷം കെട്ടി വന്നേക്കുന്നു? അവിടെ കൊള്ളാവോ? വന്നു പോലെ വെക്കാൻ എനിക്ക് സർപ്രൈസ് വെച്ചേക്കുന്നുണ്ടോ നോക്കാം. ഓറിയോ കേക്ക് ഷോ മാത്രമേ ഉള്ളൂ. ഷോ മാത്രമേ ഉള്ളൂ, രുചിയൊന്നും ഞാൻ നോക്കി പോലും ഇല്ല. ബാറ്ററി കുറവാണ്. അതിന്റെ പരുവം കണ്ട് എനിക്ക് ചിരിയായിരുന്നു. നാളെ എന്തായാലും മാമിക്ക് ആവുക, ഞായറാഴ്ച മാമി കഴിക്കട്ടെ. മുഖത്തെ എക്സ്പ്രഷൻ ലൈവായിട്ട് എടുക്കാൻ ഞങ്ങൾ ആരും അത് രുചിച്ച് നോക്കിയിട്ടില്ല. സർവ്വ ദൈവങ്ങളെ വിളിച്ച് നോക്കട്ടെ മുഖത്തെ എക്സ്പ്രഷൻ. എന്തൊക്കെയോ എവിടൊക്കെയോ ഒരു തകരാറുണ്ട്. ആണോ? ചുമ്മാ പറഞ്ഞല്ലോ. എറുവെടുത്തിരിക്കുക. വേണ്ടേ? നല്ലതാ, നല്ലയാ. ഇതെടുത്തോ, മുട്ടായി എടുത്തോ. സ്പൂണ് വേണ്ടേ? കുഞ്ഞു രുചി നോക്കാനായിരുന്നു. എന്താ കഴിച്ചാലും അങ്ങനെ രുചിച്ച് നോക്കിയിട്ടേ കഴിക്കത്തുള്ളൂ. അങ്ങനെ മതി കേട്ടോ. കൊള്ളാമോ? ഉപ്പമ്മയുടെ ഓറിയോ കേക്ക് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇവിടെ ഒരാൾക്ക് കൊടുത്തില്ല. ഞാനിമോക്ക് കൊടുക്കട്ടെ. എന്റെ ഞാനിമോള് സർപ്രൈസ് ആണ്. എങ്ങനെയുണ്ട് ഞാന്? ചുമ്മാ പറഞ്ഞായിരുന്നു. ഇങ്ങനെ പറയാതെ ഞാന്. പക്ഷെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ഷേപ്പ് ഒന്നും കിട്ടിയില്ല. എങ്ങനെയുണ്ട് മോളുടെ ഒറിയോ കേക്ക്? സൗന്ദര്യത്തിലല്ല കാര്യം, മാമിന് കൊടുത്തില്ലേ?
എങ്ങനുണ്ടാക്കടി ഇത് ഈ പരിപാടി വല്ലതും ചെയ്താലും മതിയല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നീ കൊടുത്തില്ലല്ലോ നിനക്ക് ഇച്ചിരി ഓ ഈ അതിനകത്ത് കിള്ളാൻ പോവാ. ഉപ്പ് ഉണ്ടാക്കിയത് വെച്ചിനകത്ത് ഇരിക്കുവായിരുന്നു. താങ്കൾ എടുത്തു. ഇത് മോൻ അങ്ങേ എന്നിട്ടാരാ മോനുകുട്ടനെ ലീവ് കേട്ടോളെ. പോവാ. മിഴിക്കോട്ട എടുത്തുണ്ടോ? പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്ന് കേട്ടോ, ഞാന് ഇന്നലെ മെനഞ്ഞാന്ന് മാമി കൊടുത്തു വിട്ടതാ ഇഞ്ചിക്കറി കൊച്ചോളുടെ കയ്യില്. എനിക്ക് തരാൻ അവള് മറന്നു ബാഗിനകത്ത് വെച്ചോണ്ട് അങ്ങ് തിരിച്ചു തന്നു. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടി. ഇനി ഞാനത് വാങ്ങിച്ചോണ്ടാണ് വന്നത്. അതിൻ്റെ എണ്ണ കിണിഞ്ഞ് അപ്പം കവറയിലൊക്കെ എൻ്റെ ഉടുപ്പേലൊന്നും പറ്റാതിരിക്കാൻ ഞാൻ വേറൊരു പൊതിയാക്കി വണ്ടിക്കകത്ത് വെച്ചേക്കുമായിരുന്നു. നോക്കട്ടെ. എന്തുവാ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ് ഇഞ്ചിക്കറി. കുറച്ച് ദിവസം കൊണ്ട് ഓർക്കുന്നുണ്ട്. അന്നേരം എന്തേ കണ്ടേ. പിന്നെ ഇന്നത്തെ വിശേഷം, ഇന്ന് രാവിലെ സാരിയൊക്കെ ഉടുത്ത്, നമ്മുടെ കൊച്ചമ്മച്ചി തന്നെന്ന് പറഞ്ഞില്ലേ, അമ്മച്ചി തന്ന സാരിയൊക്കെ ഉടുത്ത് ഈ ബ്ലൗസ് സൂചിച്ച് തയ്ച്ചു തന്നാട്ടോ. എനിക്ക് കഴുത്തിങ്ങനെ തുറന്നിരിക്കുന്നത് ഇഷ്ടമല്ലേ. എനിക്ക് കഴുത്ത് എപ്പോഴും ഇങ്ങനെ നമ്മുടെ ഇവിടെ ഇങ്ങനെ പിടുത്തമായിട്ടിരിക്കണം. ഇത് സൂചേച്ചി പുറം വിരിവൊക്കെ ഉള്ളവർക്ക് നല്ല ഓപ്പൺ ആയിട്ടുള്ള കഴുത്ത് തയ്ക്കുമല്ലോ, അങ്ങനെ സൂചേച്ചി വെട്ടിയത്. എനിക്ക് നല്ല ബ്ലൗസാണ്, പക്ഷെ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു മടി ഈ ബ്ലൗസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പ്രിന്റ്. അതിനുവേണ്ടി ഞാൻ മേടിച്ചതാ. വിളിച്ച് പറയണം. അപ്പം അതുകൊണ്ട് ഈ സാരി ബ്ലൗസും ഒക്കെ ഇട്ട് വലിയ അടിപൊളിയായിട്ട് രാവിലെ അങ്ങോട്ട് ഇറങ്ങി. മഴയായിരുന്നേ, മഴ തോർന്നിട്ട് ഞാൻ ഇവിടുന്ന് അടുത്ത മഴയ്ക്ക് മുമ്പേ ചെല്ലണമെന്ന് കണ്ടുകൊണ്ട് ഇറങ്ങി. പകുതിയായപ്പോൾ വീണ്ടും മഴയായി. പിന്നെ കോട്ടൊക്കെ വലിച്ചു കയറ്റിയിട്ട്, കോട്ടിട്ടിട്ടും വലിയ കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, പെരുമഴ എന്ന് പറയാം. പെരുമഴ ഒരു 5-10 മിനിറ്റ്. ആ മഴ മൊത്തം പോകുന്ന വഴിക്കെല്ലാം മഴയായി. ഡ്രസ്സ് മൊത്തം നനഞ്ഞു. പിന്നെ ഉച്ചയായി അതെല്ലാം ഒന്ന് ഉണങ്ങി കിട്ടിയപ്പോ വരുവാ, എല്ലാം ഒന്ന് ഉണങ്ങി കിട്ടിയപ്പോ ഉച്ചയായി. എന്തുവാ, ഒത്തിരി ദിവസമല്ലേ ഗോപിയെ കണ്ടിട്ട്. ദേണ്ട ഗോപി ഇപ്പൊ ഇങ്ങോട്ട് വരത്തില്ല. എന്താ പറയാ, ഞാൻ വരുമ്പോ സന്ധ്യ ആവും. സന്ധ്യ കഴിഞ്ഞിപ്പൊ ഇനിയും ഗോപിയെ വെളിയിൽ ഇറക്കത്തില്ല. ഗോപിക്ക് വിശേഷമുണ്ട്, അതുകൊണ്ട് ഗോപിയ സന്ധ്യ കഴിഞ്ഞ് വരുത്തില്ല കേട്ടോ. ഇന്നിപ്പം ഒരത്യാവശ്യം മരുന്നിന് വന്നതാ. എന്ത് ആശം ചുരിദാറിന്റെ ഡ്രസ് തയ്ക്കാൻ കൊടുത്ത് കിട്ടിയ. നാളെ ആണ് പോണ്ടേ? നാളെ രാവിലെ 9:20 അവിടെ പണി രാവിലെ പോണം. ഗോപിയെ പോകുന്നു അവിടെ. ഞാൻ പോന്നില്ല, അമ്മ അതൊരു പണ്ട്. എന്തോ രാത്രി ചപ്പാത്തിയോ? ഗോപി എന്തോ കഴിക്കുന്നത്? ഏത്തൊക്കെ ഇരിപ്പുണ്ട്, ഇനി അതിൽ പുഴുങ്ങി തിന്നാവുന്നത്. എന്താ കഴിക്കാൻ ആഗ്രഹം? ഒന്നും ആഗ്രഹമില്ല. എല്ലാരും ചോദിക്കുന്നത് എന്തോ ആഗ്രഹം. എനിക്കൊന്നും ആഗ്രഹമില്ല. മാങ്ങ തിന്നണോ? പുളിയോടാ എനിക്ക് തോന്നുന്നു, പുളിയോടാണ്. നീ വേണ്ട അമ്മീന് പോയേക്കോളെ. ഞാൻ പറയുന്നത് മാറ്റം വരുത്തില്ല. ഞാൻ ഇടുക്കി ചരിപ്പുകൾ തീർത്തു. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാം, ആഗ്രഹം പോലെ നടക്കണേ. ഞാനിങ്ങനെ അവരിങ്ങനെ അതിന്റെ കാണികളല്ല, ഞാനിങ്ങനെ സൂക്ഷിച്ചു നോക്കാം എന്തുവാ എന്തേലും കാണാൻ പറ്റും. ഇനി അടുത്ത് ചെല്ലുമ്പോ ചോദിക്കണം എത്ര ഹാർട്ട് റേറ്റ്. ഉപ്പ് ഇതുപോലായിരുന്നു, കുഞ്ഞുനായിരുന്നു. ഇപ്പം പഴയ റിസൾട്ട്
ചെയ്ത് എടുത്ത് അവന് ഹാർട്ട് റേറ്റ് കുറവായിരുന്നു ആരും നമ്മുടെ സമാധാനം ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. സൂക്ഷിച്ച് കയറി പോണം കേട്ടോ. അല്ല നമുക്ക് മേളിൽ റോഡിൽ അല്ല ഇതുവഴി അങ്ങോട്ട് കയറുന്ന സൂക്ഷിച്ചു. ഓക്കെ ബൈ. ഗോപിയെ കുട്ടി മരുന്ന് മേടിക്കാൻ വന്നേ കേട്ടോ. പിന്നെ എന്താണ് എന്തോ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നേ. അപ്പൊ രാവിലത്തേടോ അങ്ങനെ ഉച്ചയായി ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങി വന്നപ്പം പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റിയില്ല. കാരണം മഴയുടെ ഒക്കെ കൊണ്ടായിരിക്കും ആരെയും കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കൊച്ചോളും ഈ ഒരു സ്കേർട്ടും ഇപ്പോഴത്തെ ഒരു സൈസ് ബ്ലൗസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടുണ്ടാ വന്നത്. അപ്പൊ ഞങ്ങൾ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അപ്പൊ ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരാൾ അപ്പൊ ആ വീഡിയോയിൽ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുവഴി ബസ്സിൽ പോയപ്പം മലയാളി മങ്ക അവിടെ നിന്ന് ജ്യൂസ് കുടിക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ എന്താണ് അതുവഴി ആ വഴി വരുമ്പോ നമുക്ക് വേണ്ടപ്പെട്ട ആരോ അവിടെ ഉണ്ടെന്നുള്ള ഒരു തോന്നലാണ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എപ്പോഴെങ്കിലും അതുവഴി വരണം കേട്ടോ. എനിക്കറിയത്തില്ലല്ലോ നിങ്ങളെവിടെയാണ്. നിങ്ങളെ എനിക്ക് അറിയാത്തത് കൊണ്ടാണ് അല്ലെ ഞാൻ അങ്ങോട്ട് വന്നതിന് കേട്ടോ. അത്രയും സ്നേഹം എനിക്കുണ്ട്. അപ്പം എപ്പോഴെങ്കിലും അവിടെ ബസ് ഇറങ്ങാൻ പറ്റുമെങ്കിലും ഒന്ന് ഇറങ്ങി വാട്ടോ, നമുക്ക് കാണാം, മിണ്ടാം. എല്ലാരോടും സ്നേഹം. എന്റെ പല്ലിന്റെ കാര്യം, എന്റെ പല്ലിന്റെ പ്രശ്നം എന്താണെന്നറിയാവോ? ഈ ഫ്രണ്ടിലത്തെ ഈ പല്ലില്ലേ അത് തേഞ്ഞു പോയ പോലെ ഇരിക്കും. എന്താന്ന് എനിക്കറിയത്തില്ല. എന്റെ മാമിയൊക്കെ എപ്പോഴും കളിയാക്കും. ഞാൻ പണ്ട് ഭയങ്കര ബിസ്ക്കറ്റ് കൊതിച്ചായിരുന്നു. ബിസ്ക്കറ്റ് എത്ര ബിസ്ക്കറ്റ് തിന്നാലും എനിക്ക് മതി വരത്തില്ല. ബിസ്ക്കറ്റ് തിന്നിങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ ബിസ്ക്കറ്റ് തിന്നുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഇങ്ങനെ കടിച്ചിട്ട് ചവച്ചരച്ചൊന്നും തിന്നത്തില്ല. ഇങ്ങനെ കടിക്കും, എന്നിട്ട് ഇങ്ങനെ അലിച്ചിറക്കത്തില്ല. അങ്ങനെയായിരുന്നു ഞാൻ ബിസ്ക്കറ്റ് കഴിക്കുന്നത്. അതിന് മാമി എന്നെ എപ്പോഴും കളിയാക്കും. ഈ ബിസ്ക്കറ്റ് കഴിച്ച് ഈ പല്ല് ഫ്രണ്ടിലത്തെ ഈ 2 പല്ല് തേഞ്ഞു പോയെന്ന് എപ്പോഴും കളിയാക്കും കേട്ടോ. പിന്നെ ഈ കോത്രപ്പല്ല് എനിക്ക് മാത്രമല്ല ആങ്ങളയ്ക്കും ഉണ്ട്. ആങ്ങളയുടെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അവൻ ചിരിക്കുമ്പോ ശരിക്കറിയാം. കൊച്ചോക്കും അങ്ങനെ ഒരു അങ്ങനെ കോന്ത്രപ്പല്ല് എന്ന് പറയാൻ പറ്റത്തില്ല. അവർക്കൊരു ഇടംപല്ല് പോലുണ്ട്. ഇങ്ങനത്തെ പല്ലുണ്ടോന്ന് അറിയത്തില്ല. എന്തായാലും ആ വീഡിയോയിൽ അതൊക്കെ ഓരോരുത്തർ പറഞ്ഞായിരുന്നു കേട്ടോ. അവരോട് സ്നേഹത്തോടാണ് പറഞ്ഞത്. ഞങ്ങളും ആ രീതിയിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ അതൊക്കെയായിരുന്നു. പിന്നെ ചിങ്ങം 1-നായിരുന്നു നമ്മുടെ ഹാപ്പി മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം. ഇന്ന് അവിടുന്ന് നമുക്ക് ഈ സമ്മാനങ്ങളൊക്കെ തന്ന് വാർഷികമായതുകൊണ്ട് എന്തൊക്കെയാന്ന് നോക്കട്ടെ. ലഡുവാട്ടോ. ഇതാ ഞാനിത് എടുക്കാൻ മറന്നുപോയി. ജാനിക്കുട്ടിക്ക് കൊടുക്കാം. നാളെ അവര് വരും, അന്നേരം കൊടുക്കാം. അപ്പം ഹാപ്പി മാർട്ട് വന്നണൊക്കെ ഞാൻ ടൗണിലൊന്നും ഒരു കടകളിലും കയറത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ മേടിക്കാൻ ഞാൻ പത്തനംതിട്ട ഏതെങ്കിലും നമുക്ക് കുറച്ച് സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ആരും ഞാൻ സ്ഥിരം പോയിക്കൊണ്ടിരുന്നവിടെല്ലാം തിരക്ക് വീടി ആ തിരക്കിനടക്കൂടെ എല്ലാം വണ്ടിയൊക്കെ ഓടിച്ചു പോകണം. ഇത് ഇപ്പൊ നമ്മള് പിന്നെ സാധനങ്ങൾ മേടിച്ച മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടിയെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട്. ഇവിടെ ഹാപ്പി മാർട്ട് വന്നണൊക്കെ ആ കാര്യത്തിലൊക്കെ എനിക്ക് ആശ്വാസമുണ്ട് കേട്ടോ. സാധനങ്ങളെല്ലാം നമുക്ക് വേണമെന്ന് കിട്ടുകയും ചെയ്യും. അഥവാ ഇല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ എടുത്ത് വെക്കും. അങ്ങനെയൊക്കെയുള്ള പല ഉപകാരങ്ങളുണ്ട്. അതുകൊണ്ട് അതിന്റെ വാർഷികത്തിന് ഇനി അത് മുന്നോട്ട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സെയിലൊക്കെ കൂടി ഭയങ്കര ഹൈ ലെവലിൽ എത്തട്ടെ നമ്മുടെ സ്വന്തം ഹാപ്പി മാർട്ട്. പിന്നെ പാല് മേടിച്ചു കേട്ടോ. ഇന്നലെ അവിടെ ഞാൻ പറഞ്ഞില്ലേ പാല് കിട്ടിയിട്ടില്ലായിരുന്നു. ഇന്ന് 2 പേർ പാല് മേടിച്ചു. പിന്നെ എന്താണ് വിശേഷം? ഇത് കമ്പും കവരവും ഒക്കെ ഇരിക്കുന്ന ഇത് മാമി തന്നാട്ടോ. റോസ് കളറിലെ ചെമ്പരത്തിയില്ലേ അതിന്റെ കമ്പാണ്. മാമി ആടിന് തോലിറക്കാൻ പോയപ്പം അവിടുന്ന് എടുത്തോണ്ട് വന്നപ്പോ എനിക്ക് ഒരു കമ്പ് തന്നെ. എനിക്ക് ഇന്നാളി മാമി ഒരെണ്ണം തന്നായിരുന്നേ. അത് നട്ടിട്ട് പിടിച്ചില്ല. ഇത് നട്ട് വളർത്തിയിരിക്കും. അപ്പൊ നാളെ പകല് നടാം എന്ന് വിചാരിച്ചാട്ടോ. പിന്നെ ഫോണിന് ചാർജ് തീരെ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതൊക്കെ ചെയ്യണം. അപ്പൊ ഞാൻ പോയിന്ന് കുളിച്ച് ജപിച്ചതില്ല ഒന്ന് അഴിച്ചു പറിച്ച് കളയട്ടെ. എന്റെ ദൈവമേ, ഡെയിലി സാരി ഉടുക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. എല്ലാം ഒന്ന് ഫ്രഷായി ഫ്രീ ആയിട്ട് ഇപ്പൊ വരാട്ടോ. പ്രിയങ്ങളെ, ഇന്ന് ഞാൻ അത്താഴം വിളമ്പുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഞാനും മോനുകുട്ടനും മാത്രമേ ഉള്ളായിരുന്നു. അമ്മ വന്നില്ല. അമ്മ രാവിലെ പള്ളിയിൽ പോകേണ്ടിയോണ്ട് വന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിച്ച് അത്താഴമൊക്കെ കഴിച്ച് ഞങ്ങളങ്ങ് കിടന്നു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.